കണ്ണൂർ കണ്ണപുരം കീഴറയിൽ വാടക വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് ഒരു മരണം. ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാമാണ് കൊല്ലപ്പെട്ടത്. സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് ശേഖരിച്ചതിൽ മാട്ടൂൽ സ്വദേശി അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തു. അന്വേഷണത്തിനായി ജില്ലാ ക്രൈംബ്രാഞ്ച് എസിപിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. പുലർച്ചെ 2 മണിയോടെയാണ് കീഴറ സ്വദേശി ഗോവിന്ദന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ വൻ സ്ഫോടനമുണ്ടായത്. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ വീട് പൂർണ്ണമായി തകർന്നു. നിലംപതിച്ച വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് മുഹമ്മദ് അഷാമിന്റെ മൃതദേഹം പുറത്തെടുത്തത്. പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ പൊട്ടിത്തെറിച്ചത് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളെന്ന് കണ്ടെത്തി. ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എത്രമാത്രം അവിടെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഗൺ പൗഡർ ആണെങ്കിൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് കുറച്ച് ക്വാണ്ടിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ACPയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പയ്യന്നൂരിൽ സ്പെയർ പാർട്സ് കട നടത്തുന്നയാളെന്ന് വിശ്വസിപ്പിച്ചാണ് അനൂപ് വീട് വാടകയ്ക്കെടുത്തതെന്നാണ് വീട്ടുടമസ്ഥയുടെ പ്രതികരണം. അനൂപിനെ പറ്റി ഒന്നും നമ്മൾ അറിയില്ല. അനൂപിനെ പറ്റിയിട്ട് ഒരു ഇങ്ങനെ ഇല്ലേ, ഇത് ഇങ്ങനെയുള്ളൊരു ബിസിനസ്സാണ് നടക്കുന്നതെന്നുള്ളത് ആ നാട്ടുകാർക്കും അറിയുന്നുണ്ടെങ്കിൽ നമ്മളോട് പറയില്ലേ, ഇങ്ങനൊരു ബോംബും സ്ഫോടനവും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവർ നടക്കുന്നു. അനൂപിന്റെ നിർദ്ദേശമനുസരിച്ച് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് എത്തിച്ചു നൽകുന്നത് കൊല്ലപ്പെട്ട അഷാമാണെന്നാണ് കണ്ടെത്തൽ. അനൂപിനെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരമുള്ള 6 കേസുകൾ നിലവിലുണ്ട്. 2016 കണ്ണൂർ പുഴാതിയിൽ വീടിനുള്ളിൽ സമാന രൂപത്തിൽ സ്ഫോടനമുണ്ടായ കേസിലും അനൂപ് മാലിക് പ്രതിയാണ്. ആ സംഭവത്തിൽ ഒരാൾ മരിക്കുകയും അനൂപിന്റെ ഭാര്യയ്ക്കും മകൾക്കും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 24 കണ്ണൂർ.